Okay. You praying this one? Rama? This is the Sami? Okay, I can tell you. Evening, 3 o'clock people coming here. ഇതിൻ്റെ ഉള്ളിലാണ് പൂജയും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ ഉസ്ബെക്കിസ്ഥാനികളും റഷ്യക്കാരൊക്കെ കുറഞ്ഞ ആൾക്കാർ ഹിന്ദു മതത്തിലുണ്ട് കേട്ടോ. പ്രാർത്ഥിക്കാനും ഒക്കെ കഴിയുന്നതും തന്നെയാണ്. ഭയങ്കര ഇവിടുത്തെ ഒരു ബ്രാൻഡ് റെസ്റ്റോറൻ്റ് ആണ്. ചർച്ചിൻ്റെ ഇത് കണ്ടങ്ങൾ ഗോൾഡിൽ പ്ലേറ്റ് ചെയ്ത് വെച്ച്. ഹായ്, ഇന്നത്തെ ദിവസം രാവിലെ ഇറങ്ങാമെന്ന് വിചാരിച്ചു, പക്ഷേ ഇറങ്ങാൻ കഴിഞ്ഞില്ല. ഭയങ്കര മഴയൊക്കെ പെയ്തു, പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല. കാണുന്നില്ലേ? അപ്പം നമ്മൾ ഇന്ന് റൂം വെക്കേറ്റ് ചെയ്യണം. നമ്മൾ തിരിച്ചു പോകുന്ന ദിവസമാണ്. അപ്പം ഇന്ന് ലഗേജൊക്കെ നമ്മൾ ഇവിടെ ഉള്ളിലേക്ക് വെച്ചു. ഇവിടുത്തെ റെസ്റ്റോറൻ്റാണിത്. ഇവിടുന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കിട്ടുന്നത്. ഓക്കെ, രാവിലെ ഭയങ്കര മഴ ആയതുകൊണ്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇറങ്ങിയില്ല. മഴയും തണുപ്പും എല്ലാം കൂടി ആയിട്ടേ. അപ്പം നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഒരു യൂണിവേഴ്സിറ്റീൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കണം എന്നുള്ളൊരു പരിപാടിയിൽ ചിലപ്പം അത് രാവിലെ ഉണ്ടായിരുന്നു, പക്ഷെ അത് മിസ്സായിപ്പോയി ഈ മഴൻ്റെ പ്രശ്നം കൊണ്ട്. ഭയങ്കര തണുപ്പുണ്ട്. അപ്പം കാണുന്നില്ല നിങ്ങൾ, ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു ജാക്കറ്റ് കൂടി ഇട്ടാൽ നല്ല തണുപ്പുണ്ട്. ഇത് ഇവിടുത്തെ ബോസിൻ്റെ വണ്ടി കേട്ടോ, ബെൻസിൻ്റെ. അടിപൊളി വണ്ടി, ഫുള്ള് സെക്യൂരിറ്റി ഒക്കെ ആയിട്ട് അടിപൊളി. എന്താല്ലേ, ഇവിടെ ഭയങ്കര വിലയാണ് ഇവിടെ വണ്ടിക്ക്. ഇതുപോലത്തെ പുറത്തുനിന്ന് ഇറക്കുന്ന വണ്ടിക്ക്. ഇതിവിടുത്തെ സാധാരണ നമ്മളെ മാരുതി പോലത്തെ വണ്ടി. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ വണ്ടി, ബോസിൻ്റെ തന്നെയാണ് ഇവിടുത്തെ. അപ്പോൾ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പം നമ്മൾ മഴൻ്റെ ഒരു ഇത് നോക്കിയിട്ട് ഇറങ്ങുകയാണ്. ഇപ്പോൾ ടാക്സിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടാക്സിക്ക് കാത്തിരിക്കുകയാണ്. ഇപ്പോൾ തണുപ്പത്ത് നടക്കാൻ പറ്റുന്നില്ല ടാക്സിയൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ ചിലപ്പം നോക്കുന്നത് എംബസി ഒന്ന് പോകാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട്, ഇന്ത്യൻ്റെ. പിന്നെ അതേപോലെ നമ്മളെ ഒരു അമ്പലം, ഇവിടെ ഒരു അമ്പലമുണ്ട്, ടെമ്പിൾ. അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിക്കുക. എന്തൊക്കെയാണ് സ്ഥിതിയെന്ന് അറിയാമല്ലോ നമുക്കൊന്ന് ഇവിടുത്തെ. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ വരുന്ന ആൾക്കാർക്ക്, അമ്പലത്തിൽ പോകണം താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ പോകാനുള്ള ലൊക്കേഷൻ നോക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ടാക്സി വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് ആദ്യം അമ്പലത്തിൻ്റെ അവിടെ പോയി നോക്കാം. അവിടെ ക്ലോസ്ഡ് എന്ന് കാണുന്നുണ്ട്, പക്ഷെ ഒന്ന് പോയി നോക്കിയിട്ട് ബാക്കി വിവരങ്ങൾ നോക്കാം. ഓക്കെ, നമ്മൾ ഹോട്ടലിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യാണ്. നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇത് നമ്മൾ താഷ്കൻഡിലെ അമ്പലമാണ് കേട്ടോ, ഇവിടുത്തെ അമ്പലമാണ്. അത് ക്ലോസാണെന്ന് തോന്നുന്നു പുറത്ത്. ഞാൻ ഉള്ളിലേക്കൊന്ന് കയറി നോക്കുകയാണ്. എന്താണെന്നറിയാം, ഇത് അമ്പലത്തിൻ്റെ അഡ്രസ്സ് ഇങ്ങനെയാണ്, താഷ്കൻഡ് സിറ്റിയിലാട്ടോ. അപ്പോൾ അമ്പലവും ചർച്ചും ഒക്കെ ഉള്ള ഭാഗങ്ങളുണ്ട്. അപ്പോൾ നമ്മളത് ചർച്ചും നമുക്കൊന്ന് പോകണം. അമ്പലത്തിൻ്റെ വിശേഷങ്ങളൊന്നും നോക്കാം, ഉള്ളിൽ കയറാൻ പറ്റുമെന്ന് നോക്കാം. ഇത് ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കൺസ്ട്രക്ഷൻ ഓരതാണത്, ഷൂരി ജാമിയത്തി. ഇതിൻ്റെ നമ്മളൊന്ന് ഉള്ളിൽ കയറി നോക്കാം ആളുണ്ടോ എന്നുള്ളത്. ഹരേ കൃഷ്ണ ഹരേ രാം. ഇതാണ് ഇവിടുത്തെ സ്വാമിജി. ഇവിടെ ആരും കാണുന്നൊന്നുമില്ല. അസ്സലാമു അലൈക്കും. Welcome. ഇവിടെ ആരെയും കാണുന്നില്ല. ഹായ്, ഐ എം ഫ്രം ഇന്ത്യ. ഓക്കെ, ഐ ക്യാൻ സീ ദിസ് all this. You are from? Here? Yeah, Uzbekistan. Okay, you praying this one? Rama? Hare Krishna. Hare Krishna. Yes. ISKCON. Mm. If you want, you can there. Have Swami there? Darshan. I can see Swami. Swami have inside? I beg no English. No problem, no problem. Okay. Please,
have any Indian or anybody here? Pray for coming here? Come on. Come. 1 second. This here, huh? Oh, here. No problem. Okay. This is the Swami? Srila Prabhupada. Okay. Name? Srila Prabhupada. Rat Gopala. Abhay Charan. Yeah, India. Have. From India. Okay. Here have a yoga. 3 o'clock open darshan. 3 o'clock open. 3 o'clock open. Inside. Okay. Now no open, huh? No. Inside Swami have? Swami have inside? Swami? Have? Okay, I can see now. You? Okay. Yes, of course. Can now? Now, no. 3 o'clock. 3 o'clock open. Okay. You cannot open. Open Pujari. Pujari open. Pujari. Pujari open. Only Pujari. Okay. Then I can see. She opened at 3 o'clock. 3 o'clock You only. can see. Okay. Okay? Ready. Oh. Here people stay? Там это как его. If you want, you can see. 3 o'clock coming. This Swami Uzbekistan or India? From Russia. From Russia. Okay. Coming here? Last year. Coming here. Okay. From India, he is many time. Parikrama. Parikrama. From Vrindavan, Mayapur, Delhi, India going. Jagannath Puri. You also going India? You? Yes. India going. Where? Last year, India where going? I was in Delhi, Mayapur, Vrindavan, Calcutta, Vrindavan, Bhubaneswar, Calcutta. Jagannath Puri, All Kauri, place. Jaipur. Okay. Your Uzbekistan have Hindu Samajam? Hindu have? Hindu, yes, in India. Это как его? Uzbekistan. Посольство. Parsi. Да. Аббаси, как Аббаси? Okay. Yesterday, many Indian people Came here? Tomorrow will be holiday, Rama Navami. Navami. Yeah. Come? Okay. Tomorrow I am not here. Today night fly. Mumbai. Tomorrow flight. Today night Today night. fly Mumbai. Okay. I can tell you. Evening 3 o'clock people coming here. 3 o'clock, but it's 6, half o'clock open. Till 3 to 6. 6. Okay. I come 3 o'clock. Okay. Namaste. Jai. ജയ്. അപ്പോൾ ഇവിടെ ഇതാണ് അവസ്ഥ. അപ്പോൾ 3 മണിക്ക് തുറക്കുമ്പം വരണം. നോക്കട്ടെ. ഇന്നലെ വന്നിരുന്നെങ്കിൽ നടക്കായിരുന്നു, പക്ഷെ ഇന്നലെ ഉള്ളത് അറിഞ്ഞില്ല ഞാൻ. അപ്പോൾ ഇതിൻ്റെ പേര് ഇതാണ്, ഇങ്ങനെയാണ്. ഇതിൻ്റെ ഉള്ളിലാണ് പൂജയും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ ഉസ്ബെക്കിസ്ഥാനികളും റഷ്യക്കാരൊക്കെ കുറഞ്ഞ ആൾക്കാർ ഹിന്ദു മതത്തിലുണ്ട് കേട്ടോ. അപ്പോൾ അവരാണ് ഇതിനെ നിയന്ത്രിക്കുന്നതും ചെയ്യുന്നതൊക്കെ. ബാക്കി ഇനി 3 മണിക്ക് വന്നാൽ അറിയാൻ മതിയാവും. അമ്പലത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. ഇവിടെ തൊട്ടടുത്ത് ചർച്ച് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ, ഇവരായിട്ട് അന്വേഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ഹിന്ദുക്കൾക്ക് ഉള്ള ക്ഷേത്രം വേറെയുണ്ട്, അതേപോലെ ക്രിസ്ത്യാനി ചർച്ച് 2 ഉണ്ട്. അപ്പം ഇന്ത്യക്കാരൊക്കെ ഇവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ പ്രാർത്ഥിക്കാനും ഒക്കെ കഴിയുന്നതും തന്നെയാണ്. അപ്പം ഇവരിവിടെ ഇതിനെ എതിർക്കുന്നോ കാര്യങ്ങളോ ഇല്ല. ഇവിടുത്തെ ഉള്ളത് മൊത്തം മുസ്ലിങ്ങൾ തന്നെയാണ്. എന്തോ പെർസെൻറ്റേജുകൾ മാത്രമേ ക്രിസ്ത്യനും പിന്നെ ഹിന്ദുവൊക്കെ ഉള്ളൂ. ഹിന്ദുക്കളിൽ തന്നെ ഉസ്ബെക്കിസ്ഥാനിൽ തന്നെ റഷ്യയും ആൾക്കാരുമായ കുറച്ച് ഹിന്ദുക്കളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ ചെയ്ത ഒക്കെ ഹിന്ദു തന്നെയാണ്.
പക്ഷെ അവരുടെ വിശ്വാസങ്ങൾ ഇതേപോലെ അവർ ഇന്ത്യയിലും മറ്റേ നമ്മളെ നേപ്പാളിലൊക്കെ അവർ വരാറുണ്ട്, വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റീൻ്റെ ഭാഗമായിട്ടുള്ള ഹിന്ദുക്കളാണ്. നമ്മളൊരു ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള എല്ലാ ടൂറിസ്റ്റുകളും ബസ്സുകളും ഒക്കെ വന്നിട്ട് ഇരിക്കുന്ന ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ കാണുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം. ഇതൊരു ഭയങ്കര ഇവിടുത്തെ ഒരു ബ്രാൻഡ് റെസ്റ്റോറൻ്റാണ് തഷ്കണ്ടിൽ. അപ്പോൾ ഇവർക്ക് എല്ലാ സിറ്റികളിലും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ തന്നെ മംഗൾ കബാബ്, ഫർമുദ സമൂസ, അങ്ങനത്തെ സ്പെഷ്യലായിട്ടുള്ള എല്ലാ സംഗതികളും ഉള്ള ഒരു റെസ്റ്റോറൻ്റാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം. റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കി നോക്കാം. ഉള്ളിലൊക്കെ ഇരിക്കാനൊക്കെ ഉള്ള വലിയ സൗകര്യങ്ങളാണ്. കാണുന്നത് ഫുള്ള് റെസ്റ്റോറൻ്റാണ്. അവിടെ വെളിയിൽ കണ്ട ബസ്സുകളൊക്കെ കണ്ടില്ല നിങ്ങൾ? ഈ ബസ്സിലൊക്കെ ടൂറിസ്റ്റുകൾ വന്നിട്ട് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്ന കേട്ടോ. ഇവരെ ഭാഷയിൽ എഴുതിയാണ് റെസ്റ്റോറൻറ്റ്. കുറേ സമയം എടുക്കുമെന്ന് തോന്നുന്നു. വലിയ റെസ്റ്റോറൻ്റാണ്. നമുക്ക് എന്തൊക്കെയാണ് ഒന്ന് നോക്കി നോക്കാം. ഇതുപോലെ ഇവിടെ റെസ്റ്റോറൻറ്റിന് ഭയങ്കരമായ ഇതാണ്. അപ്പോൾ ഇവിടെ റഷാണെന്ന് തോന്നുന്നു. മുന്നിൽ നമുക്ക് വാങ്ങി പാർസലൊക്കെ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യാം മുന്നിലാവും. ഇവിടെ ഉള്ളത് എന്താ സ്ഥിതി എന്ന് നോക്കട്ടെ. ഉള്ളിൽ ടൂറിസ്റ്റുകൾ ഉള്ളിൽ ഭക്ഷണം കഴിച്ച് വരികയാണ്. തുർക്കിഷും എല്ലാം കൂടി മിക്സ് ചെയ്തുള്ള ഫുഡാണ് ഇവരിതും കൂടി കൂടിയിട്ടുള്ള. അപ്പോൾ നമുക്കിപ്പം സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഭക്ഷണത്തിന് എക്സ്പ്ലോർ ചെയ്യുന്നില്ല. ഭയങ്കര തണുപ്പുമാണ്. എനിക്കിപ്പോൾ കഴിക്കണം തോന്നുന്നില്ല. അപ്പോൾ എല്ലാവരും ഓർക്കുക, ഇത് ഇവിടെ വരുന്ന സമയത്ത് ഈ ഹോട്ടലിൽ വന്നിട്ട് ഭക്ഷണത്തിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ വന്ന് കഴിക്കാവുന്നതാണ്. ഒരു ടെസ്റ്റിംഗ് നടത്താൻ കഴിയുന്നതാണ്. ഓക്കെ, വേണ്ടില്ല. ബസ്സുകളൊക്കെ കണ്ടല്ലോ. അവിടെ 2 ബസ്, ഇതാ ഇവിടെ ബസ്. ഇതിലൊക്കെ ടൂറിസ്റ്റുകൾ വന്നിട്ട് ഈ റെസ്റ്റോറൻറ്റിലേക്കായിട്ട് വരുന്നതാണ് ടൂറിസ്റ്റുകൾ. റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ചർച്ച് ഉള്ളത്. നമ്മൾ അപ്പോൾ അമ്പലത്തിൻ്റെ കഴിഞ്ഞ് പിന്നെ തിരിച്ച് നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ ഇതിൽ കണ്ടു. അപ്പോൾ റെസ്റ്റോറൻറ്റും ഈ അമ്പലത്തിൻ്റെതും അതേപോലെ നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ചർച്ചും അടുത്തടുത്താട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു ഇവിടേക്ക് വരുന്ന സമയത്ത് ഈ റെസ്റ്റോറൻറ്റും ഈ ചർച്ചും അതേപോലെ അമ്പലവും ഒക്കെ നിങ്ങൾക്ക് ഒരുമിച്ച് കാണാനും പറ്റും. അതാണ് ഒരു പ്രത്യേകത. ചർച്ചിൻ്റെ ഇത് കണ്ടങ്ങൾ ഗോൾഡിൽ പ്ലേറ്റ് ചെയ്ത് വെച്ച്. അപ്പോൾ ഇത് കുറച്ച് വലിയ ചർച്ചാണ് ഇവിടുത്തെ. ഇത് പ്രധാനപ്പെട്ട ചർച്ചാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ചാണ്. ഇവിടെ പിന്നെ റഷ്യക്കാരും ഈ ക്രിസ്ത്യൻസ് ഒരുപാടുണ്ടാവുമല്ലോ, എന്തായാലും ഉണ്ടാവും. ഈ റഷ്യൻ ഓർത്തഡോക്സ് വിശ്വാസത്തിലുള്ള ചർച്ച് നിങ്ങൾ അറിയുകയും കാണുകയും ഉണ്ടായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ചരിത്രങ്ങളും വിശ്വാസങ്ങളും നിലനിൽക്കുന്ന ഒരു പുരാതന ചർച്ചാണിത്. ഇവിടെ ഇതിൻ്റെ അകത്തേക്ക് കടന്നാൽ ഒരു പ്രത്യേക ഫീലിംഗ് ആണ് കേട്ടോ ഉണ്ടായത്. പക്ഷേ അവിടെ കയറി വീഡിയോ എടുക്കാൻ എന്നെ അവർ അനുവാദം കിട്ടിയില്ല കേട്ടോ. ഈ കാണുന്ന പ്രാവുകൂട്ടങ്ങളില്ലേ, നിങ്ങളൊന്ന് കണ്ടുനോക്കി. ഇത് ഇവിടെ വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു ആചാരമാണ് കേട്ടോ. ഈ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് വിശ്വാസികൾ ഇവിടെ വന്ന് ചെറിയ കുട്ടികളെ കൊണ്ട് ഈ പ്രാവിന് തീറ്റ ഇങ്ങനെ കൊടുപ്പിക്കും. ഇതൊരു പ്രധാന ആചാരമാണ്. അതിലൂടെ അവർ വിശ്വസിക്കുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികൾ ഉറച്ച വിശ്വാസികളാവും എന്നതാണ് ഇതിനുള്ള ഒരു ഐതിഹ്യം.